ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആണ് കേട്ടോ. അത് നമ്മൾ ബ്ലൂ റൈസ് ഫേസ് മാസ്ക് ആണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ധാരാളം ബെനിഫിറ്റ്സ് ഉള്ള നീല ശംഖുപുഷ്പമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത്, അത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അഴുക്കൊന്നുമില്ലാത്ത നല്ല അടിപൊളി സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്തതാണിത്. എങ്കിലും നമ്മൾ ചെറിയ വല്ല പ്രാണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മളൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം നീക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളത്തിലാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് സമയം നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ എക്സ്ട്രാക്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊരു മൂടി കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇതൊരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ശംഖുപുഷ്പം ഇപ്പോൾ വിപണിയിലും നല്ല വില കൊടുത്താലാണ് കിട്ടുന്നത്. ഉണക്കി പൊടിച്ചിട്ടും അതുപോലെ തന്നെ ഉണങ്ങിയ പുഷ്പങ്ങളായിട്ടൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. നമുക്കിവിടെ കിട്ടാനുണ്ട്. നമ്മളെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ കുറച്ച് ഇങ്ങനെ ഗാർഡനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ അടുത്തുള്ള ആൻറ്റിമാരൊക്കെ ഇത് വളർത്തി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തതാണ് ഞാൻ. ഇപ്പോൾ ഇത് ഞാനൊരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമുള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ. ഇത് ഈ നീലപുഷ്പത്തിൻ്റെ എല്ലാ കളറുകളും ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പുഷ്പത്തെ എടുത്തു മാറ്റാം. ഈ ഒരു മാസ്ക് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഏജ് ലൈൻസ്, റിങ്കിൾസ്, സ്കിൻ ടൈറ്റനിങ് ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാസ്കാണ് ബ്ലൂ റൈസ് ഫേസ് മാസ്ക്. അതും നീല ശംഖുപുഷ്പം കൊണ്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കും അല്ലേ. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ ലെമണേഡ്, അതുപോലെ ഒരുപാട് റൈസൊക്കെ ഇതിൽ പാകം ചെയ്ത് കഴിക്കുന്നവരുണ്ട്, ഇതിൻ്റെ എക്സ്ട്രാക്റ്റിൽ പാകം ചെയ്ത് കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇത് ധാരാളമായിട്ട് നമ്മൾ ഫേസ് മാസ്ക് പല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് വളരെയധികം ബെനിഫിറ്റുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2-3 ടീസ്പൂണോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് പാകത്തിന് ഒരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിലുള്ള എക്സ്ട്രാക്റ്റ്, നീല ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു കുഴമ്പ് പരുവത്തിലായിട്ട് നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫേസിലുള്ള അയഞ്ഞ് തൂങ്ങിയിട്ടുള്ള സ്കിന്നൊക്കെ ടൈറ്റൻ ആവാനും അതുപോലെ തന്നെ നമ്മളെ മുഖത്തുള്ള വരകളും പാടുകളൊക്കെ മാറാനും വളരെ നല്ലൊരു മാസ്കാണിത്. നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും കിട്ടും. കുറച്ച് സമയം വൈകിയാലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനുള്ള ഗുണങ്ങളൊക്കെ കിട്ടും. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മളത് കഴുത്തിലേക്കും ഇറക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നീക്കി കൊടുക്കാം. കണ്ടോ, നല്ലൊരു ഗ്ലോയിങ്ങും ആണ് കേട്ടോ സ്കിന്നിന് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫേസ് മാസ്ക് വളരെ നല്ലതാണ് കേട്ടോ. അയഞ്ഞു തൂങ്ങിയ സ്കിന്ന് ടൈറ്റൻ ആകാൻ വളരെ നല്ല ഒരു മാസ്കാണ്. വലിയ ബുദ്ധിമുട്ടും വലിയ പ്രയാസമൊന്നുമില്ല. ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിക്കളയാം. നമ്മളെ മുഖത്തുള്ള ഇതൊന്ന് കഴുകിക്കളയാം. ഇപ്പോൾ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള മാസ്കൊക്കെ കഴുകിക്കളഞ്ഞതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.